Once again, welcome back to Mfavor Learning App. അപ്പോൾ ഈ കഴിഞ്ഞ പരീക്ഷകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ സ്ഥിരമായി നമ്മൾ നൽകുന്ന ചോദ്യങ്ങൾ പരീക്ഷയിൽ വന്ന് കാണാറുണ്ട്. നല്ലൊരു ശുഭസൂചനയാണ്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, മിക്ക GK ആണെങ്കിൽ കൂടിയിട്ടും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് വേണ്ടത്. ബാക്കിയെല്ലാം എല്ലായിടത്തും കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് Mfavor ലേണിംഗ് ആപ്പിനുള്ളിലും കൂടാതെ Mfavor കേരള PSC എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. അപ്പോൾ ഏറ്റവും പുതിയ ഒരു കാര്യമാണ് കേരളത്തിലെ നിലവിലെ ലോകായുക്ത എന്ന് പറയുന്നത്, അല്ലെ? കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി ആയിരുന്ന N. അനിൽകുമാർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. N. അനിൽകുമാർ കേരള ലോകായുക്ത. അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതിയുടെ തന്നെ മുൻ ജഡ്ജിയായ അലക്സാണ്ടർ തോമസ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും പരീക്ഷയ്ക്ക് മാറി മാറി ചോദിച്ചിരിക്കും എന്നുള്ള കാര്യം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. N. അനിൽകുമാർ ലോകായുക്ത, അലക്സാണ്ടർ തോമസ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഇവർ രണ്ടുപേരും കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജിമാരായിരുന്നു കേട്ടോ. ഇനി നിലവിലെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി. അപ്പോൾ മുന്നേ നമ്മൾ പല ക്ലാസ്സുകളിൽ ഇദ്ദേഹത്തിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. ഉപേന്ദ്ര ദ്വിവേദി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 ഈ പറയുന്ന 3 പേരും, അല്ലെ? അതായത് കരസേന ആർമി ചീഫ് വന്നിട്ട് ഉപേന്ദ്ര ദ്വിവേദി, നാവികസേന നേവൽ ചീഫ് വന്നിട്ട് ദിനേശ് കുമാർ ത്രിപാഠി, വ്യോമസേന മേധാവി ഇന്ന്, അല്ലെ? ഇന്നിപ്പോ സെപ്റ്റംബർ 30 വന്നിരിക്കുക പുതിയ ആള് അമർപ്രീത് സിംഗ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ 2024 സംഭവിച്ചതായതുകൊണ്ട് പഠിച്ചിരിക്കണം. ആർമി ഉപേന്ദ്ര ദ്വിവേദി, നേവി ദിനേശ് കുമാർ ത്രിപാഠി, അടുത്തത് വ്യോമസേന അഥവാ എയർഫോഴ്സിന്റെ എന്ന് പറയുന്നത് മറക്കരുത്, അമർപ്രീത് സിംഗ്. ഇനി ഡിഫൻസ് റിസർച്ച്, നിങ്ങൾക്കറിയാം DRDOയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും കാര്യങ്ങൾ, അതായത് അവർ റിസർച്ച് ചെയ്ത് ഇന്ത്യക്കായിട്ട് പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് DRDOയുടെ പ്രധാന ഉദ്യമം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന DRDO ഒരു തദ്ദേശീയമായി തന്നെ സ്വന്തമായി തന്നെ ഒരു ലൈറ്റ് ടാങ്കർ, അതായത് ഭാരം കുറഞ്ഞ ഒരു ടാങ്കർ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. സൊരോവർ എന്നുള്ളതാണ്. സൊരോവർ ഓക്കെ. ഇനി അടുത്തത് ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടക വസ്തു. അപ്പോ ആണവ ഇതര സ്ഫോടക വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിയണം, അതായത് ആണവ മീൻസ് ഒരു ന്യൂക്ലിയർ സ്ഫോടക വസ്തു അല്ല, നോൺ ന്യൂക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഫോടക വസ്തുവാണ്. ഇത് ഈ പറയുന്ന സ്ഫോടക വസ്തു ഒരു പരമ്പരാഗത സ്ഫോടക വസ്തുവായി കരുതാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ, അതായത് നിലവിൽ ഉള്ള ഏറ്റവും ശക്തമായ ഒരു എക്സ്പ്ലോസീവ് ഐറ്റം ആയിട്ട് സെബെക്സ് 2 നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ നേവി പരീക്ഷിച്ച ഏറ്റവും ശക്തമായ എക്സ്പ്ലോസീവ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെബെക്സ് 2. ശ്രദ്ധിക്കണം, ഇതൊരു ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് അല്ല, നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് ആണ്. ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് ഒക്കെ ഇന്ത്യ ചെയ്തു കഴിഞ്ഞാൽ അറിയാം, ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ വന്ന് പഞ്ഞിക്കിടും, അല്ലെങ്കിൽ അത് ഇതൊക്കെ പറഞ്ഞ് ഒറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കും. സോ ഇതൊരു ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് അല്ല, നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോസീവ് ആണ് സെബെക്സ് 2 എന്നുള്ളത്. ഇനി SBIയുടെ നിലവിലെ ചെയർമാൻ, അപ്പൊ SBIക്ക് പുതിയ ചെയർമാൻ വന്നിട്ടുണ്ട്. 2024 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെല്ല ശ്രീനിവാസലു ഷെട്ടി. ഓക്കെ, അഥവാ CS ഷെട്ടി, അതെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക. ഇനി ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി, ഇപ്പൊ ബ്രിട്ടനിൽ പുതിയ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്, ലേബർ പാർട്ടി നേതാവാണ്. പ്രധാനമന്ത്രിമാരെ നിയമിക്കുന്നത്, ബ്രിട്ടനിൽ പ്രധാനമന്ത്രിമാരെ നിയമിക്കുന്നത് ബ്രിട്ടന്റെ തന്നെ രാജാവാണ്, അല്ലെ? ബ്രിട്ടന്റെ രാജാവ് ചാൾസ് 3 അപ്പൊ അദ്ദേഹമാണ് നിയമിച്ചിരിക്കുന്നത്. കെയർ സ്റ്റാർമർ എന്നാണ് പേര്. കെയർ സ്റ്റാർമർ. അദ്ദേഹത്തിന്റെ പാർട്ടി പേര് പറഞ്ഞിരിക്കണം, ലേബർ പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെയുള്ള ഒരു മലയാളി, അതും കോട്ടയംകാരനാണ്, നമ്മുടെ
മലയാള മനോരമ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ആദ്യ പേജിൽ തന്നെ. അതായത് ഈ ബ്രിട്ടനിലെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മലയാളി, എനിക്ക് തോന്നുന്നു അദ്ദേഹം അവിടെ നേഴ്സായിട്ടാണ് ജോലി നോക്കി പോയിരുന്നത്. കോട്ടയത്ത് നിന്നുള്ളൊരു വ്യക്തിയാണ് സോജൻ ജോസഫ്. ഓക്കെ, സോജൻ ജോസഫ്. ഇനി ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനകാര്യ മന്ത്രി ഈ പറയുന്ന ലേബർ പാർട്ടി തന്നെയാണ് റേച്ചൽ റീവ്സ് എന്ന് പറയും. ഓക്കെ, ബ്രിട്ടനിലെ ആദ്യ വനിതാ ധനകാര്യ മന്ത്രി റേച്ചൽ റീവ്സ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രാദേശിക തലത്തിൽ നമ്മൾ അല്ലെങ്കിൽ പ്രാദേശികം എന്ന് പറയേണ്ട നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്ന ആ ഒരു പേരുണ്ടല്ലോ, അതിന് പകരം കുലഗുരു എന്നുള്ള പേര് നൽകിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരം ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമം 2024 ജൂലൈ 1 വന്നിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിത നമ്മൾ പഠിച്ചു, ഭാരതീയ ന്യായ സംഹിത. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മുന്നേ ഒരു ക്ലാസ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ വായിട്ട് അലയ്ക്കുന്നില്ല. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് 2024 ജൂലൈ 1 ആദ്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മധ്യപ്രദേശിലെ ഗ്വാളിയറിലാണ്. കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ടാണ്. അതൊക്കെ ഒരു വാർത്തയായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു PSC ചോദ്യമായിട്ട് വരുന്ന ഒരു കാര്യം കൂടിയാണ്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാൻ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ താർ. അപ്പൊ താർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മഹേന്ദ്രയുടെ താർ ജീപ്പ് വണ്ടി അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ആ ഒരു പേര് ചേർത്ത് തന്നെയാണ് ഇപ്പൊ താർ വണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ രൂപമാറ്റം നടത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പേര് തന്നെ ഇങ്ങോട്ടേക്ക് ഇടുകയും ചെയ്തു. ഇനി 2024 പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം എന്ന് പറയുന്നത് കാർത്തുമ്പി കുട നിർമ്മാണമാണ്. മൻ കി ബാത്തുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തെ അല്ലെങ്കിൽ കേരളത്തിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാമർശം നടത്തുമ്പോൾ PSC ചോദ്യമായിട്ട് മുന്നേ വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ കാർത്തുമ്പി കുട നിർമ്മാണം എന്ന് പറയുന്നത് അട്ടപ്പാടി, പാലക്കാട് അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആദിവാസി സ്ത്രീകൾ അവരുടെ പല ഊരുകളിൽ നിന്നായിട്ട് വരുന്ന ആദിവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കുടയാണ്. അതാണ് ഇവിടെ സ്ത്രീ വിമൻ എംപവർമെന്റ് ഭാഗമായിട്ട് ഈ പറയുന്ന മൻ കി ബാത്ത് പരിപാടിയിലൂടെ പ്രധാനമന്ത്രി പരാമർശിച്ചിരിക്കുന്നത്. 2024 പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 117 ആണ്. ആകെ മൊത്തം 117 ആണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം. നമ്മുടെ ഈ ഒരു പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്ന സംഗതി, പാരീസ് ഒളിമ്പിക്സ് ഒരു പ്രത്യേക ഒരു ക്ലാസ് ആയിട്ട് എടുക്കേണ്ടതാണ്. നമ്മൾ എടുത്തിരിക്കും. ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതായത് ഓപ്പണിംഗ് സെറമണി ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗ് സെറമണി ഉണ്ട് അല്ലെ. ഓപ്പണിംഗ് സെറമണി ഉണ്ട്, ക്ലോസിംഗ് സെറമണി ഉണ്ട്. അപ്പോൾ ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യക്കായിട്ട് പതാക വഹിച്ചത് എന്ന് പറയുന്നത് ബാഡ്മിന്റൺ താരം PV സിന്ധുവും അതുപോലെ തന്നെ ശരത് കമൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ടേബിൾ ടെന്നീസ് താരമാണ്. ഓക്കെ, KL രത്ന പുരസ്കാരമൊക്കെ ഈയിടയ്ക്ക് ലഭിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഇനി 2024 പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാകവാഹകർ ആയിരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സെറമണി PV സിന്ധു, ശരത് കമൽ. ഓക്കെ, PV സിന്ധു ബാഡ്മിന്റനും ഇവരുടെയൊക്കെ ആ ഒരു ഫീൽഡ് പറഞ്ഞിരിക്കണം. ടേബിൾ ടെന്നീസ് താരമാണ് ശരത് കമൽ എന്ന് പറയുന്നത്. ഇനി ക്ലോസിംഗ് സെറമണിയിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മെഡൽ നേടിയ താരങ്ങളെ കൊണ്ടുവരത്തുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡൽ എന്ന് പറയുന്നത് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ നേടിയ സിൽവർ ആണ്. ബട്ട് നീരജ് ചോപ്ര അല്ല ക്ലോസിംഗ് സെറമണി സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത്. പകരം ഇന്ത്യക്കായിട്ട് ഡബിൾ ബ്രോൺസ് മെഡൽ നേടിയ, അതായത് ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ തന്നെയായിരുന്നു, ബ്രോൺസ് ആയിരുന്നു അല്ലെ. മനു ബാക്കറും അതുപോലെ തന്നെ PR ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീം ഈ പറയുന്ന രീതിയിൽ ബ്രോൺസ് മെഡൽ നേടിയായിരുന്നു അല്ലെ. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ പ്രധാന സ്പോൺസർ എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പ് ആണ്. അദാനി ഗ്രൂപ്പ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘത്തിൽ ആകെ 117 കായിക താരങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് പറയുന്നത് ദിനിതി ദേസിംഗു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 14 വയസ്സായിരുന്നു. പത്രങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്നായിരുന്നു, കൗതുകമുള്ള വാർത്തയായിട്ട് അല്ലെ. 14 വയസ്സാണ് ദിനിതി ദേസിംഗു. ഓക്കെ, നീന്തൽ താരമാണ്.
അപ്പൊ എനിക്ക് തോന്നുന്നു മുന്നേ നമ്മുടെ ഒരു PSC ചോദ്യത്തിൽ PSC പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ഇതിപ്പോ ദിനിധി ദേശിംഗ് 14 വയസ്സാണ്, 9ാം ക്ലാസ്സിൽ എങ്ങാണ്ടോ പഠിക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാൾക്ക് PSC മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആരതി സാഹ 1952 ഹെൽസിങ്കി ഒളിമ്പിക്സ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്തോളാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആരതി സാഹ അന്ന് ആരതി സാഹ ആ സമയത്ത് 11 വയസ്സും കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്ഥിരം PSC ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ് ആരതി സാഹയുടെ കാര്യമൊക്കെ. പക്ഷെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കൂടിയ താരം അത് രോഹൻ ബൊപ്പണ്ണയാണ്. ടെന്നീസ് താരമാണ്, എല്ലാവർക്കും അറിയാം. ഈ ഇടയ്ക്ക് ഗ്രാൻഡ് സ്ലാം ഡബിൾസ് കിരീടമൊക്കെ നേടിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. എനിക്ക് 44 വയസ്സെങ്ങാണ്ടുണ്ട്. ഓക്കെ, 2024 മികച്ച കാർഷിക സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്, കേരളമല്ല. ഓക്കെ, എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് വുമൻ സബ് ഇൻസ്പെക്ടർ അത് വന്നിട്ട് മാൻവി മധു കശ്യപ് ആണ്, ബീഹാറാണ് കേട്ടോ. അപ്പൊ ട്രാൻസ് വുമൻ സബ് ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടാൽ മതി. വുമൺ മെൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആവും അല്ലേ. അപ്പൊ ട്രാൻസ് SI ആരാണ്? ബീഹാറിൽ നിന്നുള്ള മാൻവി മധു കശ്യപ് ആണ്. പുതിയ കേന്ദ്ര മന്ത്രിസഭയുടെ ആദ്യ ബഡ്ജറ്റ്, അപ്പോൾ നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയായിട്ട് വരികയും പുതിയ കേന്ദ്ര മന്ത്രിസഭയുടെ ആദ്യ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ആഴ്ച തന്നെ നമുക്ക് ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കേന്ദ്ര ബഡ്ജറ്റും കേരള ബഡ്ജറ്റും ഒക്കെ. അപ്പോൾ 23 ജൂലൈ 2024 അവതരിപ്പിച്ചത് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിർമ്മല സീതാരാമൻ. 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. അപ്പോൾ 2024 തന്നെ ഒരു പുതിയ കണ്ടുപിടുത്തം അവിടുത്തെ ജിയോളജിസ്റ്റുകൾ ചെയ്തു. 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളുടെ ശേഷിപ്പുകൾ കണ്ടെത്തി ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്താണ്, പെറു. ഓക്കെ, അപ്പൊ ഇന്ത്യക്ക് അതുമായി ബന്ധമുണ്ട്. ഇനി സംവിധാൻ ഹത്യ ദിവസ്, ഇത് വായിക്കുമ്പോൾ ആർക്കും വലുതായിട്ട് ഹിന്ദി അറിയാവുന്നവർക്ക് ഓക്കെ, എങ്കിൽ കൂടിയിട്ടും സംവിധാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരില്ല. എന്താണ് ഹത്യ ദിവസം എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഹത്യ കൊലപ്പെടുത്തുക എന്ന അർത്ഥത്തോടു കൂടി. സംവിധാൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഭരണഘടനയാണ്. അപ്പൊ ഭരണഘടനാ കൊലപാതക ദിനം ആയി ആഘോഷിക്കുമെന്ന് അല്ലെങ്കിൽ ആചരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ദിനം നോക്കിയേ, 25 ജൂൺ. 25 ജൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ? അതുകൊണ്ടാണോ? അല്ല. പകരം 1975 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ 1975 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ ആ വർഷം തന്നെ ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുന്ന ആ സമയമാണ്, ആ ഒരു ദിനത്തിലാണ്. അത് കറുത്ത ഒരു ദിനമായിട്ടാണ് അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അന്നത്തെ ജനസംഘ് നേതാക്കന്മാരും എല്ലാം ഒളിവിലും ജയിലിലൊക്കെ ആയിരുന്നു. സോ അവരൊക്കെയാണല്ലോ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്, BJP. സോ അവർ ഈ പറയുന്ന 25 ജൂൺ എന്ന് പറയുന്നത് സംവിധാൻ ഹത്യ ദിവസ്, അതായത് ഭരണഘടന കൊല്ലപ്പെട്ട ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ഇനി എല്ലാ വർഷവും അതുണ്ടാവും. ഓക്കെ, ഇനി കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം. കായലിന് കുറുകെ കേരളത്തിലെ ഏറ്റവും വലിയ പാലം വരുന്നത് പെരുമ്പളം ആലപ്പുഴ ജില്ലയിലാണ്. ലോകത്തിലെ ആദ്യ മിറർ നോവലായ അക്ഷരമുഖി അതിന്റെ രചയിതാവ് ആറ്റു സന്തോഷ് കുമാർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമുക്ക് കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ നമ്മുടെ ലോകത്തിലെ തന്നെ ആദ്യ മിറർ നോവൽ, അത് അങ്ങനെ മിറർ നോവൽ എന്ന് പറയാൻ എന്താ കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ കയറി വരുന്നുണ്ടോ? അത് അത്രമാത്രം വളരെ ചെറിയ പുസ്തകമാണ്. നമുക്ക് ലെൻസിന്റെ സഹായത്തോടെ അല്ലാതെ അത് വായിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ആരും വായിക്കാൻ വേണ്ട അല്ലേ? പക്ഷെ നമുക്കിത് പഠിക്കണം. എന്താണ്, വേറെ ഒരു പണിയില്ലാതിരുന്നപ്പോൾ പുള്ളി ചെയ്ത പരിപാടിയാണത്. അക്ഷരമുഖി, ലോകത്തിലെ ആദ്യ മിറർ നോവൽ. ഓക്കെ, ആറ്റു സന്തോഷ് കുമാർ. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാറിലാണ്. രാമായണ ക്ഷേത്രം. സോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് നോക്കിക്കോളാം. IN സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യ. NYY എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകര.
നെയ്യാറ്റിൻകരയിലാണല്ലോ ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 1. സോ INNYY1. സോ NYY എന്തുമായി ബന്ധപ്പെട്ട് വന്നു ചോദിച്ചാൽ ഉത്തരം കൊടുത്തോളാം, നെയ്യാറ്റിൻകര. റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ ഓൺലൈൻ ദിനപത്രം മോസ്കോ ടൈംസ് ആണ്. വ്ളാഡിമിർ പുടിനാണ് അവിടെ ഭരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ പറയുന്ന ഏതൊരു പട്ടിയും പൂച്ചയും അദ്ദേഹം വെടിവെച്ചു കൊള്ളും. ഓക്കെ, ഇനി 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്. ശ്രീകുമാരൻ തമ്പി സാധാരണ അദ്ദേഹത്തിനാണ് കൂടുതൽ അവാർഡുകൾ അങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഇപ്പോൾ മോഹൻലാലിന് ലഭിച്ചിരിക്കുകയാണ്. ഇതേ മോഹൻലാൽ തന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച കേരള ക്രിക്കറ്റ് ലീഗ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ BCCI ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചു. മോഹൻലാലാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. പ്രഥമ ജേതാക്കൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണെന്ന് തോന്നുന്നത് ഫൈനൽ നടന്നത്. ആരും കാണാൻ. ഓക്കെ, ഏരീസ് കൊല്ലം സെയിലേഴ്സ് ആണ് വിജയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സച്ചിൻ ബേബിയാണ്. ഈ ഒരു ടീമിന്റെ മെന്റർ ശ്രീശാന്ത് ആണ്. അതും കൂടെ നോക്കിക്കോളാം. ബഷീർ സ്മാരകമായ ആകാശ മിഠായി സ്ഥാപിതമായത് അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കോഴിക്കോട് ബേപ്പൂരിലാണ്. ഇനി ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ 5 വർഷം തടവും 25,000 രൂപ പിഴയും വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുരേഖാ ബില്ല് അവതരിപ്പിച്ച ഇന്ത്യയിലെ സംസ്ഥാനം കേരളമാണ്. ഓക്കെ, കേരളമാണ്. കേരളത്തിൽ ഇനി ഒന്നും നടക്കാനില്ല. എന്ത് ചെയ്താലും ശിക്ഷയും കുറ്റവുമാണ്, അല്ലേ? അതായത് ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ 5 വർഷം തടവും 25,000 രൂപ പിഴയും വരെ ശിക്ഷ ലഭിക്കും. ഓക്കെ, മിക്കവാറും നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിലെല്ലാം 1-ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് കേരളമാണ്. ഇത്തവണ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിലും കേരളം തന്നെയാണ്. എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ പറ്റും. ഇനി മനോജ് ബാജ്പേയി, നമുക്കറിയാം ബോളിവുഡ് നടനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ദ ഡെഫിനിറ്റീവ് ബയോഗ്രഫി എന്ന പുസ്തകം രചിച്ചത് പീയൂഷ് പാണ്ഡെ. 2024 41,000 വർഷം പഴക്കമുള്ള ഒട്ടകപ്പക്ഷിയുടെ കൂട് കണ്ടെത്തിയത്. ഒട്ടകപ്പക്ഷി, ഇപ്പോൾ ഒട്ടകപ്പക്ഷി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ അധികം കാണപ്പെടാത്ത ഒരു കാര്യമാണ്. അപ്പോൾ 41,000 വർഷം പഴക്കമുള്ള ഒട്ടകപ്പക്ഷിയുടെ കൂട് എവിടെ കണ്ടെത്തി? 2024 ആന്ധ്രാപ്രദേശിൽ കണ്ടെത്തി. സോ ഇത് ആദ്യമായിട്ടല്ല, ഇന്ത്യയുടെ മുന്നേയും പല ഭാഗങ്ങളിലൊക്കെ ഇപ്പൊ ഗുജറാത്തിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 2024 കണ്ടെത്തിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 41,000 വർഷം പഴക്കമുള്ള ഒട്ടകപ്പക്ഷി കൂടാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? സ്പോർട്സ് സെന്റർ. ഇപ്പോൾ ഭയങ്കരമായിട്ട് കയറി വരുന്ന ഒരു സംവിധാനമാണ് സ്പോർട്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പോർട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഗവേണൻസ് ഒക്കെ പഠിക്കുന്നില്ല, അതേപോലെ തന്നെ. അതായത് ഈ വീഡിയോ ഗെയിമിംഗ്, അത് ഗെയിമിംഗ് അരീന എന്ന് തന്നെ നമുക്ക് പറയാം. നിലവിൽ വരുന്നത് കണ്ണൂർ തലശ്ശേരിയിലാണ്. നമ്മുടെ സ്പീക്കർ N ഷംസീർ ആണ് അവിടുത്തെ MLA. അപ്പൊ അദ്ദേഹമാണ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഓക്കെ, തോറ്റ് വീട്ടിയിരിക്കുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഗെയിമിംഗ് കളിച്ചിരിക്കാം. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം എന്ന് പറയുന്നത് കതിരവനാണ്. കതിരവൻ അഭിനയിക്കാൻ പോകുന്നത് മമ്മൂട്ടിയാണ്. ഇനി കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം. കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എന്ന് പറയുന്നത് പാമ്പൻ പാലമാണ്. തമിഴ്നാട് രാമേശ്വരത്താണ്. ഇന്ത്യയിലെ ആദ്യ മൾട്ടി പർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി. ഈ ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പദ്ധതി എന്താണ്? ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഊർജവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മുടെ സാധാരണ ഹൈഡ്രജൻ പോലെ എന്താ പറയാ, സാധാരണ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പൊല്യൂഷനേക്കാളും വളരെ കുറഞ്ഞ പൊല്യൂഷൻ ലെവലായിരിക്കും ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കിക്കോളാം. അത് പദ്ധതി നിലവിൽ വരുന്ന ഹിമാചൽ പ്രദേശ്. അന്തരിച്ച ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരൻ ഗബ്രിയൽ ഗാർസിയ മാർക്വേസിന്റെ 97ാമത് ജന്മദിന വാർഷികത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവലാണ് അൺടിൽ ഓഗസ്റ്റ്. സ്പാനിഷ് ഭാഷയിലാണ്. അദ്ദേഹം വളരെ നേരത്തെ അന്തരിച്ചു പോയി.
ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ 97ാമത് ജന്മദിനം, ഇത് കേരള PSC ചോദ്യം കൂടി ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അൺടിൽ ഓഗസ്റ്റ്. 2024 അന്തരിച്ച ഇന്ത്യൻ സൈക്കോളജിയുടെ പിതാവ് സുധീർ കാക്കർ. ഇനി 2024 ഭൗമദിന ആഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു നഗരത്തിൽ ഒരു കാലാവസ്ഥ ഘടികാരം നിർമ്മിച്ചു. കാലാവസ്ഥ ഘടികാരം, ഓക്കെ, ക്ലൈമറ്റ് ക്ലോക്ക് എന്നൊക്കെ നമുക്ക് പറയാം. ന്യൂഡൽഹിയിലാണ് കേട്ടോ, ന്യൂഡൽഹി. പൊല്യൂഷനുമായി ബന്ധപ്പെട്ടാണത്. ഇനി ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയൊക്കെ PSC ചോദ്യമായിരുന്നു. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. അതിന്റെ പുതിയ ഡയറക്ടർ എന്ന് പറയുന്നത് അനിരുദ്ധ ബോസ് ആണ്. അനിരുദ്ധ ബോസ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ദക്ഷിണേന്ത്യൻ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരം അവന്തിക വന്ദനപ്പു. ഇപ്പൊ ശ്രദ്ധിക്കുക, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് ഏഷ്യൻ പേഴ്സൺ ഓഫ് ദി ഇയർ അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലെ ദക്ഷിണേഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. അപ്പൊ ഇത് ഒരു ഇന്ത്യക്കാരി തന്നെയാണ്, പക്ഷെ അമേരിക്ക ബേസ് ചെയ്താണ് അവര് നിൽക്കുന്നത്. അവർ ഒരു സിനിമാ താരമാണ്. ഇനി സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രി നോക്കിക്കൊള്ളുക, ലോറൻസ് വോങ്. ഇനി നൈഫ് എന്ന ഓർമ്മക്കുറിപ്പ് പുറത്തിറക്കിയ എഴുത്തുകാരൻ. സോ ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് മേലെ ഒരു വധശ്രമമൊക്കെ ഉണ്ടായി, ഒരു കുത്തൊക്കെ കിട്ടി, പക്ഷെ ആള് കാഞ്ഞു പോയില്ല, തിരിച്ചു വന്നു. സൽമാൻ റുഷ്ദി കുത്ത് കിട്ടിയപ്പോൾ അതുപോലും അദ്ദേഹം പുസ്തകമാക്കി മാറ്റി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൽമാൻ റുഷ്ദി ഓക്കെ, ബുക്ക് പ്രൈസ് ജേതാവൊക്കെയാണ്. ഇന്തോനേഷ്യയുടെ പുതിയ പ്രസിഡന്റ് നോക്കിക്കൊള്ളുക, പ്രബോവോ സുബിയാന്തോ. ഇന്തോനേഷ്യയുടെ ഒക്കെ പ്രസിഡന്റ് മാറി വരുമ്പോൾ PSC ചോദ്യമായിട്ട് വരാറുണ്ട്, പ്രബോവോ സുബിയാന്തോ. ഇനി നമ്മുടെ ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ. ഓക്കെ, മധ്യപ്രദേശിലായിരുന്നെങ്കിൽ ആദ്യ വനിതാ കുലഗുരു എന്ന് പറഞ്ഞേനെ നൈമ ഖാത്തൂൺ. ഇത് വന്നിട്ട് വാരണാസിയിൽ, നമ്മുടെ അലിഗഡ് ഉത്തർപ്രദേശിലാണ്. നൈമ ഖാത്തൂൺ. അലിഗഡ് സർവകലാശാല അറിയാം, നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗം. ആദ്യമായിട്ടാണ് അവർ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഷോംബൻ ട്രൈബ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഷോംബൻ ട്രൈബ്സ് ഇൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പ്രതിദിനം ഏകദേശം 80 ഗ്രാം സ്വർണം പുറത്തുവിടുന്ന ഭൂമിയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതം എറബസ്. അപ്പോൾ നോക്കിയുള്ള മലയാളികളൊക്കെ അവിടെ കാണും, സ്വർണം പറക്കിയെടുത്ത് കടത്താൻ വേണ്ടിയിട്ട്, സ്വാഭാവികം. സോ പ്രതിദിനം ഏകദേശം 80 ഗ്രാം സ്വർണം പുറത്തു വിട്ടുകൊണ്ടിരിക്കുക. ഇതറിയുന്നതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് കാണുന്നതോടുകൂടി മലയാളികളെല്ലാം കൂടി അന്റാർട്ടിക്കയിലേക്ക് ഒരു വിസ ഒപ്പിച്ചെടുക്കാനുള്ള പ്ലാനിലായിരിക്കും. എറബസ് അന്റാർട്ടിക്കയിലാണ്. ഓക്കെ, അവിടെ പോയാൽ മതി, അമേരിക്ക വെടിവെച്ചെടുക്കും. ഓക്കെ, അമേരിക്കയാണ് അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതൊക്കെ. അറിയാലോ അമേരിക്കയെ പറ്റി, ഇവിടുത്തെ പോലെയൊന്നും അല്ല. പ്രഥമ അന്താരാഷ്ട്ര റെയിൻബോ ടൂറിസം സമ്മേളനം നടന്നിരിക്കുന്നത് കാഠ്മണ്ഡു, നേപ്പാളിലാണ്. ഗുജറാത്തിലെ ഏത് ലോക്സഭാ സീറ്റിൽ നിന്നാണ് മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഒരു ആദ്യത്തെ വിജയം തന്നെ പറയാം. സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തനിക്കെതിരെ മത്സരിക്കാൻ ആരുമില്ല. അങ്ങനെ മുകേഷ് ദലാൽ ഏകപക്ഷീയമായി വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി 2024 ഹിന്ദി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച ഗൾഫ് രാജ്യം. ഓക്കെ, സോ അത് കുവൈറ്റ് ആണ്. 2024 ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നിരിക്കുന്നത് പെറു ലിമ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളുടെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്ന് പറഞ്ഞ് പഠിച്ച ആ പെറു തന്നെയാണിത്. ആദ്യമായി കേരളത്തിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ഓക്കെ, ഡബിൾ ഡെക്കർ ബസ് അല്ല, ഡബിൾ ഡെക്കർ ട്രെയിൻ ആണ് ഉദയ് എക്സ്പ്രസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദ്യമായിട്ട് വന്നിരിക്കും. ഉദയ് എക്സ്പ്രസ് എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈ കമ്മീഷണർ ആയിട്ട് ചുമതലയായത് അല്ലേ. അപ്പോൾ ബ്രിട്ടനിൽ നിന്നുള്ള ഡിപ്ലോമാറ്റ് ആണ്. ഓക്കെ, സോ ഈ പറയുന്ന ലിൻഡി കാമറൂൺ ആണ് ഉത്തരം. ഇനി മാരക മയക്കുമരുന്നിന്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമായതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആഫ്രിക്കൻ രാജ്യം സിയറ ലിയോൺ. ഇനി അതുപോലെ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള
പലപ്പോഴും നിങ്ങൾക്ക് സ്നേഹപൂർവ്വം താലോലും തമ്മിൽ അങ്ങോട്ട് മാറാറുണ്ട്. കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. അപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ധനസഹായത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി ആണ് എന്തെന്ന് പറയുന്നത്, സ്നേഹപൂർവം എന്ന് പറയുന്നത്. അതേസമയം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. താലോലം ഓക്കെ. അതായത് ഈ ചില മാരക അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, സെറിബ്രൽ പാൾസി അല്ലെ, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ചികിത്സിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചികിത്സാ സഹായ പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്കായി തുഷിൽ, ധമാൽ എന്നീ 2 കപ്പലുകൾ നിർമ്മിച്ചു നൽകിയ രാജ്യം റഷ്യയാണ് കേട്ടോ. ഇനി സർക്കാർ ഓഫീസുകളിൽ നമുക്ക് ഈ ഗവർണൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ സർക്കാർ ഓഫീസുകളിലെ ജോലികൾക്കായി AI ടൂളുകൾ നിർമ്മിച്ചു നൽകി. ആര്? കെൽട്രോൺ ആണ്. കെൽട്രോൺ ഓക്കെ. അപ്പോൾ ഡിജി സ്മാർട്ട് എന്ന് പറയും. ഡിജി സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു AI ടൂളാണ്. നമ്മുടെ സർക്കാർ ഫയലുകളൊക്കെ ഉണ്ടല്ലോ, പൊടിതട്ടി എടുക്കാൻ ഇനി ഇരിക്കുകയാണ്. പല ഫയലുകളും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില ഫയലുകളൊക്കെ കത്തിപ്പോയി. ഇനിയിപ്പോൾ ഏതൊക്കെ ഫയലുകൾ ഉണ്ടെങ്കിലും ആ ഫയലുകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു AI ടൂളാണ് ഡിജി സ്മാർട്ട് എന്ന് പറയുന്നത്. ഇനി കെല്ലി എന്ന് പറയുന്നത് ഒരു ചാറ്റ് ബോട്ടാണ്. നിങ്ങൾ ഈ പറയുന്ന ചാറ്റ് ബോട്ട് അറിയാമല്ലോ, നമുക്ക് ഒരു വെർച്വലായിട്ട് ലൈക്ക് ഒരു എൻക്വയറി നടത്താനായിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ പല സൈറ്റുകളിൽ കയറുമ്പോഴേക്കും നമ്മളോട് ഒരു വെർച്വൽ റിസപ്ഷനിസ്റ്റ് എന്ന് നമ്മൾ പറയും. ഒരു വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആണ് ഈ പറയുന്ന കെല്ലി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, കെൽട്രോൺ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കെൽട്രോൺ നിർമ്മിച്ച് കേരള സർക്കാരിനായി നൽകിയ ചാറ്റ് ബോട്ടിന്റെ പേരെന്ന് ചോദിച്ചാൽ കെല്ലി എന്ന് കൊടുക്കണം. കള്ളിയല്ല, കെല്ലി. ഇനി ഡബിൾ ഡക്കർ മേൽപ്പാലം ആരംഭിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം. നമ്മൾ ഡബിൾ ഡക്കർ ട്രെയിൻ കേരളത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിയത് ഉദയ് എക്സ്പ്രസ് ആണെന്ന് പഠിച്ചു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡബിൾ ഡക്കർ മേൽപ്പാലം ആരംഭിച്ച, ഈ ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ കണ്ടാണ്, ഹോസൂർ റോഡിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു ഔട്ടർ റിംഗ് റോഡൊക്കെ കാണാൻ പറ്റും. ഡബിൾ ഡക്കർ മേൽപ്പാലം ബാംഗ്ലൂരിലാണ്. ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് കേട്ടോ ഡബിൾ ഡക്കർ മേൽപ്പാലം വരുന്നത്. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡബിൾ ഡക്കർ മേൽപ്പാലം വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വാരണാസിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, UPSC ചോദ്യമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു സെഷനിൽ പഠിക്കാനുണ്ടായിരുന്നത്. താങ്ക്സ് അ ലോട്ട്. വീണ്ടും കാണാം. നന്ദി.